നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ പഠിച്ച് റിവിഷൻ ചെയ്തൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പോലും അതിൽ നിന്ന് തെറ്റ് വരാൻ പാടില്ല. കാരണം അങ്ങനെ ആയിരിക്കണം. നാളെ മുതൽ തൊട്ടിട്ട് നാളെ ടെലിഗ്രാം ആക്റ്റീവ് ആകും. അതുകൊണ്ട് നാളെ മുതൽ വീണ്ടും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ വരും. എക്സാം വരെ 60 ക്വസ്റ്റ്യൻ പേപ്പറോളം നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു കഴിയും. അതുകൊണ്ട് 60 ഇല്ലെങ്കിലും ഒരു 55ഓളം ക്വസ്റ്റ്യൻ പേപ്പർ കഴിയും. അത് പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. 55 ക്വസ്റ്റ്യൻ പേപ്പറും അത് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് പ്രിലിംസ് ഈസി ആയിട്ട് കരകയറാൻ ഏറ്റവും എളുപ്പ വഴി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഇപ്പം നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ SCRT ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് മറ്റൊന്ന് മുതൽ തൊട്ടിട്ട് നമുക്ക് ഓരോ മൊഡ്യൂൾ എടുത്തിട്ട് ആ ഭാഗങ്ങൾ ഓരോരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് പോയാലോ? എന്താണ് അഭിപ്രായം എന്ന് പറയുക. നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഒരു മൊഡ്യൂൾ തന്നെ അടുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ബോറായിട്ട് തോന്നാം. അപ്പോൾ ഒരു മൊഡ്യൂൾ ഒരു പകുതിയോളം എടുക്കുക. ഓക്കെ, അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലേക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഓരോരോ ഏരിയകളിൽ നിന്ന് ഓരോരോ ഏരിയയിലായിട്ട് കൊണ്ടുവരികയാണല്ലോ. അപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞോ, ഞാൻ പ്രിലിംസ് നേടുകയോ, എൻ്റെ പഠനം കംപ്ലീറ്റ് ആയോ, ഞാൻ പൂർണ്ണതയിലാണോ, അങ്ങനെയുള്ള പല ഡൗട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകും. കാരണം അത് എല്ലാവർക്കും ഉണ്ടാകും. ഒരു എക്സാം എഴുതുമ്പോൾ സീരിയസ് ആയിട്ട് എക്സാമിന് കാണുന്നവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഓരോരോ മൊഡ്യൂളിൽ നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നമ്മൾ ഓരോരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിനൊരു സംതൃപ്തിയാണ്. ഞാൻ ഈ മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയി, ഈ മൊഡ്യൂൾ 10 മാർക്കാണ്, ആ മൊഡ്യൂളിലുള്ള ഏകദേശ കാര്യങ്ങൾ ഞാൻ ഫില്ല് ചെയ്തു, അടുത്ത മൊഡ്യൂളിലേക്ക് എത്തി, അവിടെയും ഫില്ല് ചെയ്തു. അങ്ങനെ ആ മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾ ഓക്കെ ആകും. എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിറയെ കമന്റുകൾ ഉണ്ടെങ്കിൽ മാത്രം, 4-5 പേര് കമന്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ അത് ഇടില്ല. ഒരുപാട് പേരുടെ കമന്റുകൾ താഴെ ഉണ്ടെങ്കിൽ ഞാൻ മൊഡ്യൂൾ വൈസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കിക്കേ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതൊക്കെ എനിക്ക് അറിയാവുന്നതാണോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം എപ്പോഴാണ്? 1948 ഡിസംബർ മാസം 10-ാം തീയതി. അതുകൊണ്ടാണ് ഡിസംബർ 10 എന്ത് പറയുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10 പഠിക്കണേ. മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ 10. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1948 ഡിസംബർ മാസം 10-ാം തീയതി അല്ലേ? അതായത് UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച ഒരു പ്രഖ്യാപനം നടക്കുന്നത്. മനുഷ്യാവകാശ സംരക്ഷണം നിലവിൽ വന്ന വർഷം, മനുഷ്യാവകാശ സംരക്ഷണം നിലവിൽ വന്ന വർഷം, ഇവിടെ നിയമം എന്നുണ്ട് കേട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 സെപ്റ്റംബർ മാസം 28. 1993 സെപ്റ്റംബർ മാസം 28-നാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. മനസ്സിലായോ? ഇനി അതേപോലെ ഇനി അടുത്തത് നോക്കുക. കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. ഓക്കെ ആണോ? ഇനി മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നമുക്കറിയാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാൻ ഉണ്ടാകും അല്ലേ? അതേപോലെ മനുഷ്യാവകാശ കമ്മീഷൻസ് അംഗങ്ങളും ഉണ്ടാകും അല്ലേ? ചെയർമാനും അംഗങ്ങളും ഉണ്ടാകും. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി ആയിരിക്കും ആര്? ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ? പ്രധാനമന്ത്രി ഉണ്ടാകും. പ്രധാനമന്ത്രി ആയിരിക്കും ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ ട്ടോ. ഇനി ലോകസഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, ഇവരൊക്കെ കൂടി ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലെ പ്രധാനമന്ത്രി ആയിരിക്കും ചെയർപേഴ്സൺ. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അല്ല, കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ. ലോകസഭയിലെ സ്പീക്കർ ഉണ്ട്, പിന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട്,
രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്, രാജ്യസഭയുടെ ഉപാധ്യക്ഷനുമുണ്ട്. ഓക്കെ ആണോ? ഇത്രയും പേർ ചേർന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഇനി മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടൊക്കെ അറിയാലോ അല്ലെ? അറിയില്ലേ? ചെയർപേഴ്സണെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അല്ലെ? ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. എങ്കിൽ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ് അല്ലെ? പഠിച്ചു വെക്കണം കേട്ടോ. അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര വകുപ്പുകൾ, എത്ര വകുപ്പുകൾ വരെയാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്? എത്ര വരെയാണ്? 3 മുതൽ 11 വരെ വകുപ്പുകളാണ് കേട്ടോ. എത്രയാണ്? 3 മുതൽ 11 വരെ വകുപ്പുകളാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനം അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ ആണോ? എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ എവിടെ? മാനവ് അധികാർ ഭവൻ അല്ലേ? മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം? സർവേ ഭവന്തു സുഖിന. എന്താണ്? സർവേ ഭവന്തു സുഖിന ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അതേപോലെ എന്താണ് ഘടന? മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന, സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സൺ അല്ലേ? ഒരു ചെയർപേഴ്സൺ ഉണ്ടാകും. പിന്നെ 5 അംഗങ്ങളും ഉണ്ടാകും അല്ലേ? 5 അംഗങ്ങൾ. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങൾ ഉണ്ടാകും. ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി ആയിരിക്കണം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി 5 അംഗങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ? ഈ 5 അംഗങ്ങളിൽ ആരാണ്? 5 അംഗങ്ങളിൽ ആരൊക്കെ ആയിരിക്കണം ഈ 5 അംഗങ്ങൾ എന്ന് പറയുന്നത്? നിലവിലെ അതായത് ഇപ്പോ വർക്കിങ്ങിൽ ഉള്ള ആൾക്കാർ അല്ലേ? നിലവിലെ ആരാണ്? സുപ്രീം കോടതി ജഡ്ജി. നിലവിലെ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി. 2 പേർക്കും ആകാട്ടോ. വിരമിച്ചവർക്ക് മാത്രമല്ല, ഇപ്പോ വിരമിക്കാത്തവർക്കും എന്താ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ളവർക്കും 5 അംഗങ്ങളാകാം. 5 അംഗങ്ങളല്ല, അംഗങ്ങളാകാം. അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിക്കും സുപ്രീം കോടതി ജഡ്ജിക്കും ആകാം. അതേപോലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കേട്ടോ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരിക്കലും ഹൈക്കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാര് എന്ത് ചെയ്യുന്നില്ല? അംഗങ്ങളാകാൻ പറ്റില്ല കേട്ടോ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് പറ്റില്ല. പക്ഷെ സുപ്രീം കോടതി ജഡ്ജിക്ക് ആകാം. ഹൈക്കോടതി ജഡ്ജിക്ക് ഒരിക്കലും അംഗങ്ങളാകാൻ പറ്റില്ല. മനസ്സിലായോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി എന്താണ് ജഡ്ജി ആയിരുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം? ചെയർപേഴ്സൺ ആകാം. ഇനി 5 അംഗങ്ങളില് നിലവിലെ സുപ്രീം കോടതി ജഡ്ജിക്കോ മുൻ സുപ്രീം കോടതി ജഡ്ജിക്കോ അംഗങ്ങളാകാം. അല്ലെങ്കിൽ നിലവിലെ ഹൈക്കോടതി ജഡ്ജിക്ക്, നിലവിലെ ഹൈക്കോടതി അല്ലെങ്കിലല്ല, ഇത്രയും ഈ പേരൊക്കെ ഈ 5 അംഗങ്ങളിൽ വരും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകാം അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകാം. അവിടെ ഒരിക്കലും ഹൈക്കോടതി ജഡ്ജി എന്നൊരു പദം വരുന്നില്ല കേട്ടോ. അതേപോലെ മനസ്സിലായോ? ഇതിലിപ്പോ എത്ര ആളായി? ഇപ്പൊ ഇവിടെ എത്ര ആളായി? 2 അംഗങ്ങളായി അല്ലേ? ഇപ്പോ ഒരു മിനിറ്റ് കേട്ടോ. ഇതിൽ 1 അംഗം സുപ്രീം കോടതി, 2 ഹൈക്കോടതി. ഇനി ബാക്കി 3 പേര് വേണ്ടേ? 5 അംഗങ്ങളല്ലേ? ബാക്കി 3 പേര് എങ്ങനെയായിരിക്കും? അതായത് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളില് പ്രായോഗിക പരിജ്ഞാനമുള്ള 3 അംഗങ്ങൾ ആയിരിക്കണം മറ്റു 3 പേര്. അതിൽ ഒരാള് വനിതയായിരിക്കണം. ഇതാണ് ഘടന കേട്ടോ. ഒരാള് വനിതയായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്,
അതിൽ വരുന്ന വകുപ്പുകൾ 3 മുതൽ 11 വരെയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന. ന്യൂഡൽഹിയിലെ എന്ന് പറയുമ്പോൾ മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവൻ എന്നൊക്കെ പറയും. ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന. ഘടന എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്കുമാകാം. 5 അംഗങ്ങളിൽ ഒരാള് സുപ്രീം കോടതി ജഡ്ജി നിലവിലെ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിക്ക് ആകാം. പിന്നെ വേറൊരു അംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ നിലവിലെ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകാം. 2 ആയി. ബാക്കി 3 പേര് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നല്ല പ്രായോഗിക പരിജ്ഞാനമുള്ളവരായിരിക്കണം. 3 പേര്, അതിലൊരാള് വനിതയായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഞാൻ നേരത്തെ ക്ലാസ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മളിപ്പോ ഏതാ പറഞ്ഞത്? മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ? ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് വരുന്നതാണ് അല്ലേ? അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ നന്നായിട്ട് പഠിക്കാനുണ്ട്. അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് പോയിന്റ് എടുത്തിട്ട് അങ്ങനെ പഠിക്കില്ല. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ഞാൻ എങ്ങനെയാണോ സ്ക്രീനിൽ എഴുതി പഠിപ്പിച്ചത് അതുപോലെ എഴുതി ഒരു നിശ്ചിത സമയം കൊടുത്ത് ഹറിബറി ആകാതെ ഓരോ കാര്യങ്ങളും വ്യക്തമായി മനുഷ്യാവകാശ കമ്മീഷൻ എന്താണെന്ന് പഠിക്കാം. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരു 3 ക്ലാസ് കൊണ്ട്, മനസ്സിലായോ? ഒരു 3 ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക. അതായത് ഇപ്പൊ ഒരു ദിവസം ഭരണഘടനാ നിർമ്മാണ സമിതി എടുക്കുക, മാർഗനിർദ്ദേശക തത്വങ്ങൾ എടുക്കുക, ആമുഖം എടുക്കുക. കണ്ടോ? 3 ക്ലാസ് 3 ടോപ്പിക് ഒരൊറ്റ ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആക്കിയിട്ട്, എത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റണോ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് സ്ലോ ആയി സമാധാനത്തിൽ ആ 3 എണ്ണം പഠിക്കാം. പിറ്റേ ദിവസം എന്ത് ചെയ്യുക? മൗലിക കടമകളും അതേപോലെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഒക്കെ പഠിക്കുക. വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ പഠിച്ചു മാറ്റുക. മനസ്സിലായോ? പിന്നെ ഒരു ദിവസം എടുക്കുക. അങ്ങനെ അതേപോലെ ബാക്കിയുള്ള ടോപ്പിക് ഏതാണോ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3. അപ്പൊ 10 മാർക്ക് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഉറപ്പിച്ചു. 10 മാർക്ക് അവിടെ ഉറപ്പിച്ചു. മനസ്സിലായോ? ഇനി പിറ്റേ ദിവസം എടുത്തു ഇന്ത്യൻ ജോഗ്രഫി എടുത്തു. ഇന്ത്യൻ ജോഗ്രഫി ഒരു 3 ദിവസം കൊണ്ട് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. 10 മാർക്ക് അവിടെ 20 മാർക്കായി. അടുത്ത ഒരു 3 ദിവസം എടുക്കുക, 10 മാർക്ക് അവിടെ ഒക്കെ ആയി. അപ്പോഴേക്കും എക്സാമിന്റെ അത് ഒരു 3-4 ദിവസം മുമ്പ് തന്നെ എന്തായി? ടോപ്പിക് അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. മാർക്കുകൾ അവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും. കാരണം നമ്മൾ ഒപ്പം കറണ്ട് അഫെയറും വരുന്നുണ്ട്, മാത്സും വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് പറയുക, പഠിക്കുന്നതിനൊരു ഓർഡർ കിട്ടും. താഴെ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. ഒരുപാട് കമന്റുകൾ കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വൃത്തിക്ക് പഠിച്ച് നീറ്റായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെന്താണ്? ഓക്കെ, പിന്നെ നമുക്ക് ഈ എന്താ പറയാ മനുഷ്യാവകാശ കമ്മീഷനിൽ ആദ്യത്തെ ചെയർമാൻ ആരാണ് എന്നും ചോദിക്കും കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. ആരാണ് ആദ്യത്തെ ചെയർമാൻ? രംഗനാഥ മിശ്ര. ഇനി അധ്യക്ഷനായ ആദ്യത്തെ മലയാളി ആരാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ്. ആരാണ്? KG ബാലകൃഷ്ണൻ. KG ബാലകൃഷ്ണനാണ്. പഠിച്ചല്ലോ. ഇനി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷത പദവി വഹിച്ച വ്യക്തി ആരാണ്? അതും KG ബാലകൃഷ്ണൻ തന്നെയാണ്. ഇനി അംഗം ചെയർപേഴ്സൺ ആയിട്ടില്ല കേട്ടോ, അംഗമായ മലയാളി ആരെ എന്ന് ചോദിച്ചാൽ അത് ഫാത്തിമ ബീവിയാണ്. ആരാണ്? ഫാത്തിമ ബീവിയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? രംഗനാഥ മിശ്ര. ആരാണ്? രംഗനാഥ മിശ്ര. രണ്ടാമത്തത് മൂന്നാമത്തത് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. വെങ്കട ചെല്ലയ്യ. ആരാണ്? വെങ്കട ചെല്ലയ്യ. മൂന്നാമത്തെ അധ്യക്ഷനായ വ്യക്തിയാണ് JS വർമ്മ. ആരാണ്? JS വർമ്മ. മനസ്സിലായോ? എങ്കിൽ ഇപ്പൊ 9ാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ ആണ്. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ ആണ് ഇപ്പൊ കറണ്ട് അഫെയറില് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന്. അടുത്ത നോക്കുക, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. എപ്പോഴാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഈ വിവരാവകാശ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എപ്പോഴാണ്? അത് ചോദിക്കാറുണ്ട് കേട്ടോ.
വിവരാവകാശ നിയമത്തിൽ പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ്? ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. 2005 ജൂൺ മാസം 15-ാം തീയതിയാണ്. ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസമായപ്പോഴാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് കേട്ടോ. 2005 ജൂൺ 15-നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. എങ്കിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്ന അതേ അപ്പം തന്നെയാണ് കമ്മീഷനും നിലവിൽ വരുന്നത്. 2005 ഒക്ടോബർ മാസം 12-ാം തീയതി. ഓക്കെ, ഇനി വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ് അല്ലേ? എവിടെയാണ്? CIC ഭവനാണ് വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഘടന എങ്ങനെയാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും CIC അല്ലേ? CIC എന്താ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പ്ലസ് 10-ൽ കവിയാത്ത, ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണേ, 10-ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ്. മനസ്സിലായ ഘടന? CIC എന്താണ്? CIC ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ചേർന്നതാണ് ഇതിന്റെ ഘടന എന്ന് പറയുന്നത്. ഇനി വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വജാഹത്ത് ഹബീബുള്ളയാണ്. വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. വെരി ഇമ്പോർട്ടൻറ്റ്. വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. എങ്കിൽ നിലവിൽ 13-ാമത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. ആരാണ്? രാജ്കുമാർ ഗോയൽ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ വിവരാവകാശ കമ്മീഷണർമാരെ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ടാകും, 10-ൽ കവിയാത്ത അംഗങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞു അല്ലേ? ഈ 10-ൽ കവിയാത്ത അംഗങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം അല്ലേ? ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ? ഒന്ന് പ്രധാനമന്ത്രി. ആരാണ്? പ്രധാനമന്ത്രി. ഓക്കെ, പിന്നെ ആരായിരിക്കും? ഒന്ന് പ്രധാനമന്ത്രി. പിന്നെ ആര് വരും? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ആരാണ്? ഒരു കേന്ദ്രമന്ത്രി. ആരാണ്? ഒരു കേന്ദ്രമന്ത്രി. പിന്നെയോ മൂന്നാമത്തത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ആരാണ്? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന ഒരു 3 അംഗ സമിതിയാണ് വിവരാവകാശ കമ്മീഷണറെയും അതേപോലെ അംഗങ്ങളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെയാണ് ഒരു 3 അംഗ സമിതിയാണ് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കാലാവധി തീരുമാനിക്കുന്നത് ഓക്കെ, എത്ര കാലാവധി? 3 വർഷമാണ് അല്ലേ? എത്രയാണ് വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി? 3 വർഷമാണ്. ഈ കാലാവധി തീരുമാനിക്കുന്നത്, ഇവർക്ക് എത്ര ശമ്പളം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒക്കെ ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ. പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. മുമ്പിലാണ്. പക്ഷെ ഇവർക്ക് കാലാവധി തീരുമാനിക്കുന്നതും അതേപോലെ ഇവർക്ക് ശമ്പളം തീരുമാനിക്കുന്നതും ഒക്കെ ആരാണ്? ഈ കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് ആണ്. അവിടെ പഠിച്ചു വെക്കണം കേട്ടോ. ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് നമ്മൾ പറഞ്ഞത്? വജാഹത്ത് ഹബീബുള്ള. ഇപ്പോ ആരാന്ന് പറഞ്ഞത്? രാജ്കുമാർ ഗോയലാണ് അല്ലെ? രാജ്കുമാർ ഗോയലാണ്. എങ്കിൽ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സംസ്ഥാനം എടുക്കുമ്പോ സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ആരാണ്? വി ഹരിനായർ ആണ് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ. എങ്കിൽ ആദ്യത്തെ ആരാണ്? ആദ്യത്തെ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ. ഇപ്പോൾ വി ഹരിനായർ ആണ് കേട്ടോ. വി ഹരിനായർ ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. എപ്പോഴാണ് നിലവിൽ വന്നത് വിവരാവകാശ കമ്മീഷൻ സംസ്ഥാനത്ത്? എപ്പോഴാണ്? 2005 ഡിസംബർ മാസം 19-ാം തീയതിയാണ് സംസ്ഥാനത്ത് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതിൽ ആരൊക്കെയുണ്ട്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത കമ്മീഷണർമാർ. അതേ ഇത് തന്നെയാണ് കേട്ടോ. 10-ൽ കവിയാത്ത
ഇൻഫർമേഷൻ കമ്മീഷണർമാരാണ്. ആരാണ് ഇവരെ നിയമിക്കുക? വിവരാവകാശ കമ്മീഷണറെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ. ഗവർണർ ആണ് സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് ബലത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ബലം എന്താ? ബലം എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് എന്താണ് സിലബസിൽ അല്ലേ ബലത്തെ കുറിച്ച് ഒരു ഇത് തന്നെ പറയുന്നുണ്ട്. എന്താണ്? ഇപ്പം നമുക്കിപ്പോൾ ഒരു വസ്തുവിനെ മനസ്സിൽ കണ്ടേ അതിനെ ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മളവിടെ ഒരു ബലം പ്രയോഗിക്കണം അല്ലേ? ഇനി അതിൻ്റെ ഒരു വലിപ്പത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മളതിന് ഇത് വരണം. അതിൻ്റെ ഒരു ആകൃതിക്ക് ആ വസ്തുവിന് ഒരു ആകൃതിക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ അവിടെ ഒരു ബലം പ്രയോഗിക്കണം അല്ലേ? അപ്പൊ ഇതൊക്കെ എന്ത് വ്യത്യാസപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭൗതിക അളവാണ് എന്ത് പറയുന്നത്? ബലം എന്ന് പറയുന്നത് അല്ലേ? ബലത്തിന്റെ സമവാക്യം എന്താണ്? F സമം ma ആണ് അല്ലേ? ബലത്തിന്റെ സമവാക്യം എന്താണ്? ഇത് പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം. ബലത്തിന്റെ സമവാക്യം F സമം ma ആണ്. F എന്താണ്? ബലമാണ് കേട്ടോ. F ഫോഴ്സ് അല്ലേ? F എന്താണ്? ബലം, ഫോഴ്സ് അല്ലേ? അപ്പോൾ ma എന്താണ് വരിക? m എന്താണ്? മാസ് കേട്ടോ. m എന്താണ്? മാസ്, അതായത് പിണ്ഡം അല്ലേ? വസ്തുവിന്റെ പിണ്ഡമാണ്. a എന്താണ് വരുന്നത്? ത്വരണമാണ്. a എന്താണ്? ത്വരണം എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷൻ ആണ് ത്വരണം എന്ന് പറയുന്നത്. ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണേ. F സമം ma ആണ് കേട്ടോ. F എന്താണ്? ഫോഴ്സ്, ബലമാണ്. m വസ്തുവിന്റെ പിണ്ഡമാണ്. വസ്തുവിന്റെ a എന്താണ്? ത്വരണം, എന്താണ്? ആക്സിലറേഷൻ കേട്ടോ. ഇനി ഇതൊന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ബലത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ ആണ് കേട്ടോ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ n എന്നാണ് പറയാ കേട്ടോ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് കേട്ടോ. ഇനി ബലം എന്ന് പറയുമ്പോൾ സമ്പർക്ക ബലമുണ്ട്, സമ്പർക്കരഹിത ബലമുണ്ട്. ബലം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇനി ഈ ബലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് മാത്രമല്ല പഠിക്കാനുള്ളത്, ഇഷ്ടംപോലെ വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ടോപ്പിക്കായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പോകുകയാണെങ്കിൽ എന്താണ് കാര്യങ്ങൾ അവിടെ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഒരു മൊഡ്യൂളിൽ ഒരു കാര്യം ചെയ്യാം. 3 ദിവസം അടുപ്പിച്ചിട്ട് വേണ്ട, ഒരു 2 ദിവസം തരാം ഒരു മൊഡ്യൂള്. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഒരു മൊഡ്യൂൾ മാറ്റാം. അതായത് നമ്മുടെ ആ ഒരു എപ്പോഴും ഒരേ ടോപ്പിക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇത് വരണ്ട. മനസ്സിലായി? 2 ദിവസം കൊണ്ട് ഒരു മൊഡ്യൂൾ ചെയ്തിട്ട് ബാക്കിയുള്ള ബാലൻസ് പിന്നെ ഒരു ദിവസം തരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കേട്ടോ. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സൗകര്യമാണ്, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്തുതരാം. ഓക്കെ, ബലം എന്ന് പറയുമ്പോൾ 2 ബലമുണ്ട്. സമ്പർക്ക ബലമുണ്ട്, സമ്പർക്കരഹിത ബലമുണ്ട്. അപ്പൊ എന്താണ് ഈ സമ്പർക്ക ബലം പറഞ്ഞാൽ? എന്താണ് സമ്പർക്ക ബലം എന്ന് പറയുമ്പോൾ? അതായത് കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ 2 വസ്തു, സമ്പർക്ക ബലമാണ് പറയുന്നത് കേട്ടോ. സമ്പർക്ക ബലമാണ് പറയുന്നത്. ഇപ്പൊ 2 വസ്തു ഒന്ന് മനസ്സിലാക്കണ്ടേ? ഒരു വസ്തു ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്, ഒരു വസ്തു ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. 2 വസ്തു ഇങ്ങനെ ഒരു നിശ്ചിത ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ 2 വസ്തുക്കൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ആ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. 2 വസ്തു ഉണ്ട്. ഇപ്പൊ 2 പേന ഒന്ന് കൈപ്പിടിച്ചേ. ആ 2 പേന തമ്മിൽ മുട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ അത് സ്പർശിക്കുന്ന സമയത്ത് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ഇത് സമ്പർക്ക ബലം എന്ന് പറയുന്നത്. ഉദാഹരണം, സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് ഘർഷണ ബലവും പേശി ബലവും. ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ ആണ് അല്ലേ? ഏതാണ്? ഫ്രിക്ഷൻ ആണ്. ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ആണ്. പേശി ബലം എന്താ? മസ്കുലർ ഫോഴ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ സമ്പർക്ക ബലത്തിന് ഉദാഹരണം പഠിച്ചു വെക്കണം. ഘർഷണ ബലവും പേശി ബലവുമാണ് സമ്പർക്ക ബലത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി സമ്പർക്കരഹിത ബലം എന്താ? സമ്പർക്കരഹിത ബലം ഈ വസ്തുക്കൾ മനസ്സിൽ കണ്ടോ? ആ വസ്തുക്കൾ തമ്മിൽ നേരിട്ട് സ്പർശിക്കാതെ തന്നെ അനുഭവപ്പെടുന്ന ബലമാണ് ഏത്? സമ്പർക്കരഹിതമാണ്. രഹിതം കണ്ടോ? അവിടെ എന്താണ്? അവിടെ ആ 2 വസ്തുക്കൾ തമ്മിൽ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല? സ്പർശിക്കുന്നില്ല. ഇപ്പോ ഒരു കാന്തം ഇവിടെ വെച്ചു, അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളിപ്പോ എന്താണ് വേറെ എന്തെങ്കിലും ഇരുമ്പിന്റെ ഒരു സാധനം വെച്ചു, എന്ത് ചെയ്യണം? ഒരൊറ്റ വലിക്കില്ലേ? മാഗ്നറ്റ് എന്ത് ചെയ്യും? ആ ഇരുമ്പിനെ പെട്ടെന്ന് അങ്ങോട്ട് വലിക്കില്ലേ? അവിടെ എന്തെങ്കിലും നമ്മളൊരു ബലം പ്രയോഗിച്ചിട്ടുണ്ടോ? നമ്മൾ കൊണ്ടുപോയിട്ട് അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു നിശ്ചിത ഗ്യാപ്പിൽ വെച്ചു, പക്ഷെ കാന്തത്തിന്റെ ആകർഷണ ബലം കൊണ്ട് എന്ത് ചെയ്യണം? അതങ്ങനെ അങ്ങോട്ട് വലിക്കണം. ഇപ്പോ എന്താണ്? നമ്മളിപ്പോ മേലോട്ടൊന്ന് ചാടുകയാണ്. നമ്മൾ മേലോട്ടൊന്ന് ചാടുമ്പോൾ നമ്മൾ എവിടേക്കെന്നെ വരുന്നത്? മേലോട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ എന്താ ചെയ്യുന്നത്? താഴോട്ടെന്നെ വരികയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം നമ്മളെ താഴേക്ക് ആക്കുകയാണ് അല്ലേ? അവിടെ എന്താണ്? സമ്പർക്കരഹിത ബലം. അവിടെ വേറൊരാളുടെ ബലം അവിടെ പ്രയോഗിക്കുന്നില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ് അല്ലേ? അപ്പൊ അതൊക്കെയാണ് സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്താണ്? ഗുരുത്വാകർഷണ ബലം, കാന്തിക ബലം, സ്ഥിത വൈദ്യുത ബലം. മനസ്സിലായോ? 3 എണ്ണം പഠിച്ചു വെക്കുന്ന ഉദാഹരണങ്ങള്. സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ് ഗുരുത്വാകർഷണ ബലം, കാന്തിക ബലം, സ്ഥിത വൈദ്യുത ബലം. പഠിച്ചു വെക്കണേ. ഗുരുത്വാകർഷണ ബലം, കാന്തിക ബലം, സ്ഥിത വൈദ്യുത ബലം. ഓക്കെ ആണോ?
ഇനി ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണം എന്താണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണം എന്താണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകം എന്താ സ്നേഹകം പറയുന്ന? അതായത് ഇപ്പൊ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു സമ്പർക്കം വരികയാണ്. അതിലുള്ള ആ പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് എന്തു പറയുന്നത്? സ്നേഹകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം, മനസ്സിലായോ? ആ ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥമാണ് സ്നേഹകം എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം. ഖരാവസ്ഥയിലുള്ള സ്നേഹകത്തിന് ഉദാഹരണമാണ് ഏത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഈ യന്ത്രഭാഗങ്ങൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായിട്ട് ഏത് ഉപയോഗിക്കും? ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുക. അതായത് നല്ല ചൂടുള്ള ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഖരാവസ്ഥയിലുള്ള സ്നേഹകമായ ഗ്രാഫൈറ്റ് ആണ്. അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നോക്ക്, ഭാരം അളക്കാനുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഭാരം അളക്കാനുള്ള ഉപകരണങ്ങൾ ഒന്ന് സ്പ്രിംഗ് ത്രാസ് യൂണിറ്റും അതുപോലെ തന്നെ ഏതാണ്? സ്പ്രിംഗ് ത്രാസ് യൂണിറ്റ്. മനസ്സിലായോ? ഭാരം അളക്കാനുള്ള ഉപകരണമാണ് ഇത് സ്പ്രിംഗ് ത്രാസ് യൂണിറ്റ്. മാസ് അളക്കാനുള്ള ഉദാഹരണമാണ് സാധാരണ ത്രാസ് കേട്ടോ. ഭാരം അളക്കാനുള്ള ഉപകരണം ഏതാണ്? ഭാരം അളക്കാൻ സ്പ്രിംഗ് ത്രാസ് യൂണിറ്റ് ആണ് കേട്ടോ. അതിന്റെ യൂണിറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ഭാരം അളക്കാനുള്ള ഉപകരണം എന്താണ്? സ്പ്രിംഗ് ത്രാസ് ആണ്. സ്പ്രിംഗ് ത്രാസിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി മാസ് അളക്കാനുള്ള ഉപകരണം സാധാരണ ത്രാസാണ്. യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാമിലാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. ഇവിടെ എന്താണ് മാസും എന്താണ് ഭാരവും നമുക്ക് നോക്കാം. മാസ് എന്താണ്, ഭാരം എന്താണ് നോക്കാം. അപ്പൊ നമ്മൾ യൂണിറ്റ് ഒക്കെ പറഞ്ഞു അല്ലെ. എന്താണ് മാസ്, എന്താണ് ഭാരം? എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ ആകാശഗോളം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല? മാസ് വ്യത്യാസപ്പെടില്ല കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ കുടുങ്ങാൻ പാടില്ല. ആകാശഗോളം മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല? മാറുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യില്ല? മാസ് വ്യത്യാസപ്പെടില്ല. അതൊന്ന് നോക്കണം കേട്ടോ. വ്യത്യാസപ്പെടില്ല. ഓക്കെ ആണോ? മാസിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് നമ്മളിപ്പോ എന്താ പഠിച്ചത്? കിലോഗ്രാം ആണ് അല്ലേ. ഇനി മാസ് അളക്കാനുള്ള ഉപകരണം ഏതാണ്? സാധാരണ ത്രാസാണ്. ഏതാണ്? സാധാരണ ത്രാസാണ് മാസ് അളക്കാനുള്ള ഉപകരണം. ഇനി ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന എന്താണ് വരുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം ആണ്. ഭൂഗുരുത്വാകർഷണ ബലമാണ് എന്തു പറയുന്നത്? ഭാരം എന്ന് പറയുന്നത്. ആകാശഗോളം മാറുന്നതിനനുസരിച്ച് ആകാശഗോളം മാറുന്നതിനനുസരിച്ച് ഭാരം എന്ത് ചെയ്യും? ഇവിടെ ഭാരം എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. മനസ്സിലായോ? ഇവിടെ ഭാരം വ്യത്യാസപ്പെടും, മാസ് വ്യത്യാസപ്പെടില്ല. ഇവിടെ യൂണിറ്റ് എന്താടാ? ഇവിടെ യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് ന്യൂട്ടൺ. മനസ്സിലായോ? ഇനി ഇവിടെ ഏതാണ് ഉപകരണം എന്ന് പറഞ്ഞത്? സ്പ്രിംഗ് ത്രാസ് ആണ്. ഏതാണ്? സ്പ്രിംഗ് ത്രാസ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇനി നമുക്ക് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ G അനുഭവപ്പെടുന്നത് എവിടെയാണ്? എന്താണ് G എന്ന് പറയുന്നത്? ഭൂഗുരുത്വ ത്വരണം. എന്താണ്? ഭൂഗുരുത്വ ത്വരണമാണ് ഇവിടെ എന്ത് പറയുന്നത്? G എന്ന് പറയുന്നത്. എന്താ ഈ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഭൂമിയുടെ, ശ്രദ്ധിക്കണേ, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം ഒരു വസ്തുവിന് ഉണ്ടാകുന്ന
ആക്സിലറേഷൻ, അതായത് ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. അതിനെ എപ്പോഴും നമ്മൾ എങ്ങനെയാ പറയുക? ജിയിലാണ് പറയുന്നത്. ഭൂഗുരുത്വ ത്വരണം ജി എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എത്രയായിരിക്കും ജിയുടെ മൂല്യം? ശ്രദ്ധിക്കണേ, ജിയുടെ മൂല്യം എപ്പോഴും 9.8 m/s² ആണ്. പ്രീവിയസ് ചോദ്യമാണ്. ജിയുടെ മൂല്യം എപ്പോഴും എന്താണ്? 9.8 m/s² ആണ്. മനസ്സിലായോ? അതേപോലെ ഇത് എന്ന് പറയുന്നത് ഒരു സദിശ അളവുമാണ്. എന്താണ്? സദിശ അളവാണ്. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നത് എവിടെയാണ്? നന്നായിട്ട് പഠിച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്താണ്. എന്നാൽ ഏറ്റവും കുറവ് ജി അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ശ്രദ്ധിക്കണം, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശത്തും ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തുമാണ്. എന്നാൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ എത്ര ജിയുടെ മൂല്യം ചോദിച്ചാൽ 0 3 എത്ര പ്രാവശ്യം BSc ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എപ്പോഴും എത്രയായിരിക്കും? 0. ഇവിടെ കേന്ദ്രം എന്ന് കാണണം, എങ്കിലേ 0 പറ്റുള്ളൂ. ഇവിടെ ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ജി അനുഭവപ്പെടുന്നത് ഇവിടെ ഭൂമധ്യരേഖയാണ്, ഭൂമധ്യരേഖാ പ്രദേശത്താണ് കേട്ടോ. ഇനി ഉയരം കൂടിയാലും ശരി ആഴം കൂടിയാലും ശരി ഭൂഗുരുത്വ ത്വരണം എന്ത് ചെയ്യും? കുറയും. കണ്ടോ? ഉയരം കൂടിയാലും ശരി ആഴം കൂടിയാലും ശരി, മേലോട്ട് ഉയരം, ഉള്ളിലോ താഴോട്ട് ആഴം, അല്ലേ? എത്ര കൂടിയാലും ശരി ഭൂഗുരുത്വ ത്വരണം അവിടെ എന്താണ്? കുറയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താ മക്കളെ? മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്, അല്ലേ? മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ്. പഠിച്ചു വെക്കണം കേട്ടോ. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ. പാസ്കലും അതേപോലെ ഒന്ന് ശ്രദ്ധിക്കണേ, മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ രണ്ടും പഠിക്കണം കേട്ടോ. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കലും ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഉണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ഓക്കെ ആണോ? ഇനി മർദ്ദം ഉപയോഗിച്ചിട്ട് ദ്രാവകത്തിന്റെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഏത്? പാസ്കൽ നിയമം. മനസ്സിലായോ? മർദ്ദം ഉപയോഗിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ദ്രാവകത്തിന്റെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമത്തിന് ഉദാഹരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, മണ്ണുമാന്തി യന്ത്രം. നന്നായിട്ട് പഠിച്ചു വരാറുണ്ട് കേട്ടോ. മർദ്ദം ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഒരു പ്രഷർ ഉപയോഗിച്ചിട്ട് ദ്രാവകത്തിന്റെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ഏത്? പാസ്കൽ നിയമം എന്ന് പറയുന്നത്. പാസ്കൽ നിയമത്തിന് ഉദാഹരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, മണ്ണുമാന്തി യന്ത്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി എന്താണ്? ജിയുടെ മൂല്യമൊക്കെ പഠിച്ചില്ലേ? 9.8 m/s² ആണ് ജിയുടെ മൂല്യം. ധ്രുവപ്രദേശത്താണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം 0 ആണ്. ഉയരം കൂടിയാലും ആഴം കൂടിയാലും ജി കുറയും. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്, അതുപോലെ തന്നെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഉണ്ട്. മർദ്ദം ഉപയോഗിച്ചിട്ട് ദ്രാവകത്തിന്റെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് പാസ്കൽ നിയമം. ഉദാഹരണമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക്, മണ്ണുമാന്തി യന്ത്രം. ഇതൊക്കെ പാസ്കൽ നിയമത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ? ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? താഴേക്ക് നല്ല കമന്റുകൾ കാണുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എൻ്റെ സ്ഥിരം കൂട്ടുകാരുണ്ട്. കമന്റുകൾ ഞാൻ ഡെയിലി പേരുകളൊക്കെ നോക്കുന്നുണ്ട്. ഡെയിലി കമന്റ് ഇടുന്ന എല്ലാ പേരുകളും ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും എക്സാമുകളിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുകയാണ്. നന്നായിട്ട് പഠിച്ചു മാറ്റി കേട്ടോ. നന്നായിട്ട് പഠിച്ചു മാറ്റിയിട്ട് നന്നായിട്ട് എക്സാം ചെയ്ത് സാധിക്കും കേട്ടോ. ധൈര്യമായിട്ട് ഇരുന്നു കേട്ടോ. GK വിഭാഗമൊന്നും നിങ്ങൾ പേടിക്കേ വേണ്ട. ഓക്കെ ആണല്ലോ? അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.